ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി ഇടുകയാണ്. ഇഡ്ഡലി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിർത്ത് വയ്ക്കണം. രാത്രിയാണ് ഞാനിതിവിടെ കുതിർത്ത് വയ്ക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും. രാവിലെ ഈ കുതിർന്ന അരി അരച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. രാത്രി കുതിർത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാവിലെ ഇത് നല്ല ചൂടുള്ള വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. അരി നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ഇത് വേവിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇത് വേവിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ അരി ഞാൻ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഒന്നുകൂടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇങ്ങനെ തന്നെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം. കുറച്ച് വലിയ ബൗളിലേക്ക് തന്നെ ഇത് ഒഴിച്ചു വയ്ക്കണം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് നല്ല ജീരകമാണ്. അതും 1/2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി വേണ്ടത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 3/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അത് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞതോ, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ്, ബീൻസ് ഇതെല്ലാം ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഈ ബേക്കിംഗ് സോഡയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ബൗളിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു ചെറിയ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷണലാണ്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണയൊന്നും വേണമെന്നില്ല. ഇതിലേക്ക് നമ്മുടെ മാവ് ഒരു 1.5 തവി ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ദോശ പാനിലോ അല്ലെങ്കിൽ കുറച്ച് വലിയ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേഗം തന്നെ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മാവ് കോരി ഒഴിച്ചതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഇപ്പോൾ ഇതൊരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് കടിക്കാതിരിക്കാൻ നിങ്ങൾ പച്ചമുളക് ഒഴിവാക്കിയാൽ മതി. കുഞ്ഞുങ്ങളുടെ ടിഫിനിലൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണിത്. വെജിറ്റബിൾസൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണിത്. രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. ഇതുണ്ടല്ലേ, നല്ല സോഫ്റ്റാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 5 എണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് ബാക്കിയുണ്ട്. ഒരു 4 എണ്ണത്തിനും കൂടെയുള്ള മാവ് ബാക്കിയുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല സോഫ്റ്റാണിത്. പൊട്ടറ്റോ ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റുമാണിത്. വെറും അരി അരച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും പൊട്ടറ്റോ കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.